ബുർഖ അല്ലെങ്കിൽ ഹിജാബിനോട് ഇന്ത്യക്കാർ കാണിക്കുന്ന ആ ഒരു സഹിഷ്ണുതയൊന്നും യൂറോപ്യൻസോ അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തുള്ള ആൾക്കാരോ കാണിക്കാറില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ചിലപ്പോൾ സൗദി അറേബ്യയിൽ പോലും സ്ത്രീകൾ ബുർഖ ധരിച്ചിറങ്ങണമെന്ന് പറയുന്ന സൗദി അറേബ്യയിൽ പോലും ഫാഷൻ പരേഡുകൾ, അതായത് സ്വിം സ്യൂട്ട് ഇട്ട ഫാഷൻ പരേഡുകൾ അവിടെ അരങ്ങേറി എന്നുള്ളത്, മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന രാജാവ് വന്ന ശേഷം അരങ്ങേറി എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ളൊരു നീക്കമായിരുന്നു. ഇപ്പോഴിത് യൂറോപ്പിലെ പല രാജ്യങ്ങളും അവിടെ ബുർഖ തന്നെ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബുർഖ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കനത്ത പിഴയാണെന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇറ്റലിയിൽ ഇത്തരത്തിൽ ഒരു നിയമം വന്നത്. ഇറ്റലിയിൽ മെലോണിയാണ് ബുർക്കയോ ഹിജാബോ ധരിച്ചാൽ പിഴയടിച്ചു കൊടുക്കുമെന്നുള്ള നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. പിഴയെന്ന് പറഞ്ഞാൽ വലിയ പിഴത്തുകയാണ് ലഭിക്കാൻ പോകുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ പാർട്ടിയായിട്ടുള്ള ബ്രദേഴ്സ് ഓഫ് ഇറ്റലി പാർലമെന്റിലാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. ഇതൊരു വിവാദമായിട്ടുള്ള ബില്ലായി മാറിയിട്ടുണ്ട്. ഇത് രാജ്യത്തുടനീളമുള്ള പൊതുസ്ഥലങ്ങളിൽ ബുർഖ, നിഖാബ് തുടങ്ങിയ മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ പൂർണ്ണമായും നിരോധിക്കുന്നതിനുള്ള വ്യവസ്ഥ ചെയ്യുന്നു. ഇസ്ലാമിക വിഘടനവാദം, സാംസ്കാരിക വിഘടനവാദം എന്നിവ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. മെലോണി സർക്കാർ ഇതിനെ മത തീവ്രവാദവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് നിയമലംഘകർക്ക് 300 മുതൽ 3000 യൂറോ വരെ, ഏകദേശം 2.6 ലക്ഷം രൂപ പിഴ വരെ ലഭിക്കാമെന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒക്ടോബർ 8 പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് സ്കൂളുകൾ, സർവകലാശാലകൾ, കടകൾ, ഓഫീസുകൾ, മറ്റെല്ലാ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും മുഖം മൂടുന്ന മൂടുപടം വ്യക്തമായി നിരോധിക്കുന്നു. മത തീവ്രവാദത്തെയും മതപരമായിട്ടുള്ള വിദ്വേഷത്തെയും ചെറുക്കുക എന്നതാണ് ഈ നിർദ്ദേശത്തിന്റെ ലക്ഷ്യമെന്ന് 3 പാർട്ടി എംപിമാരും ഇപ്പോൾ ഊന്നി പറയുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.